സോ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ അതിന്റെ കമന്റിൽ ഒരു വ്യക്തി 2-3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ത്വരീഖത്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് തീജാനി ത്വരീഖത്തിന് എന്താണ് പിഴവ് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. നിലവിലുള്ള തീജാനി ത്വരീഖത്ത്, അതായത് ആധുനിക തീജാനി ത്വരീഖത്തിൽ നിരവധി പിഴവുകളും അബദ്ധങ്ങളും, അതായത് ഈ ത്വരീഖത്തിന്റെ വക്താക്കളുടെ പ്രവർത്തനങ്ങൾ, ഈ ത്വരീഖത്തിന്റെ വക്താക്കൾ അവലംബിക്കുന്ന ഗ്രന്ഥങ്ങൾ, ഈ ഗ്രന്ഥങ്ങളിലും അഹ്ലുസുന്നയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായതും ശറഈ നിയമങ്ങൾക്ക് എതിരായതുമായ പല കാര്യങ്ങളും അതിലുണ്ട്. സാധാരണ നിലയിൽ ഒരു ത്വരീഖത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ അവന്റെ മനസ്സിനെ ശുദ്ധീകരിച്ച് സംസ്കരിച്ച് ആത്മീയമായിട്ട് അവനെ ഉയർത്തി അവന്റെ മനസ്സിലുള്ള അഹങ്കാരങ്ങളും ദുസ്വഭാവങ്ങളും ഇതെല്ലാം നീക്കി അവനെ എളിമത്വത്തിന്റെയും വിനയത്തിന്റെയും ഉടമയാക്കി അള്ളാഹുവിന്റെ സൗദത്തിലേക്ക് പരിശുദ്ധനായ നിലയിൽ അവനെ എത്തിക്കലാണ് ത്വരീഖത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്വരീഖത്ത് കൊണ്ടുള്ള ഫലം അതാണ്. എന്നാൽ അതിന്റെ നേരെ വിപരീത ഫലമാണ് തീജാനി ത്വരീഖത്ത് കൊണ്ട് ഉണ്ടായിത്തീരുന്നത്. ഒരു തീജാനി ത്വരീഖത്തുകാരന്റെ മുന്നിൽ ഔലിയാക്കന്മാർക്ക് ഒരു സ്ഥാനവും ഇല്ല. ഔലിയാക്കന്മാർക്ക് ഒരു സ്ഥാനവുമില്ല. അതായത് തീജാനികളിൽ പെടാത്ത ഔലിയാക്കന്മാർക്ക് ഒരു സ്ഥാനവും അവർ കൽപ്പിക്കാറില്ല. തീജാനികളല്ലാത്ത ഔലിയാക്കന്മാരെ സന്ദർശിക്കാറില്ല, സന്ദർശിക്കാൻ പാടില്ല. അവരുടെ മക്ബറകൾ സിയാറത്ത് ചെയ്യാറില്ല. അവരുടെ വിശ്വാസം ഈ ഒരു തീജാനിക്കാരൻ അയാളുടെ ഒരു രോമത്തിന്റെ വില പോലും ഈ ഔലിയാക്കന്മാരിൽ നിന്ന് ഒരാൾക്കും ഇല്ല. തീജാനി അല്ലാത്തവരിൽപ്പെട്ട ഔലിയാക്കന്മാരുണ്ടല്ലോ, ആ ഔലിയാക്കന്മാർ അതൊരു അഖ്താബീങ്ങളാണെങ്കിൽ പോലും, വലിയ കുത്തുബുകളാണെങ്കിൽ പോലും തീജാനികളിൽപ്പെട്ട ഒരാളുടെ ഒരു രോമത്തിന്റെ വില പോലും അയാൾക്കുണ്ടാവുകയില്ല എന്നാണ് വിശ്വാസം. അപ്പോ അവര് മക്ബറകൾ, മഹാത്മാക്കളുടെ മക്ബറകൾ സിയാറത്ത് ചെയ്യാറില്ല. ഔലിയാക്കന്മാരെ അവരല്ലാത്തവരുടെ തീജാനി അല്ലാത്തവരുടെ ഔലിയാക്കന്മാരെ അവര് സിയാറത്ത് ചെയ്യാറില്ല. എന്തുകൊണ്ട്? അവരെക്കാളും വലിയവരാണിവർ. അവരെ സിയാറത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ മർത്തബയുടെ മുകളിലാണ് ഇവർ നിൽക്കുന്നത്. ആ വിശ്വാസമാണ് അവർ. അപ്പൊ ഈ വിശ്വാസം, അപ്പൊ സാധാരണ പണ്ഡിതന്മാർ, ഉലമാക്കൾ, അവരുടെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. കുത്തുബുകൾക്ക് തന്നെ ഈ വിലയാണെങ്കിൽ പണ്ഡിതന്മാർക്ക് എന്തെങ്കിലും വിലയുണ്ടോ? അവരെ പഠിപ്പിച്ച ഉസ്താദന്മാർക്ക് അല്ലാതെ പണ്ഡിതന്മാർക്കോ ഒന്നും ഒരു വിലയും ഇല്ല. എന്ന് മാത്രമല്ല, അവരെ കുറിച്ചുള്ളതായ അപരാധങ്ങൾ പറയുക, അവരെ സമൂഹത്തിന് മുന്നിൽ ഇടിച്ച് താഴ്ത്തുക, അവരെ കുറിച്ച് ആരോപണങ്ങൾ പറയുക, ഗീബത്ത് പറയുക, ഇതാണ് ആധുനിക തീജാനി ത്വരീഖത്തുകാരിൽ നമ്മൾ കണ്ടുവരുന്നത്. ഈ ത്വരീഖത്ത് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ത്വരീഖത്ത് അവനെ വിനയത്തിന്റെ ഉടമയാക്കി തീർക്കുകയാണ്. ഈ ത്വരീഖത്ത് ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു വിനയമുള്ള മനുഷ്യൻ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലെത്തുന്നു, ദുസ്വഭാവത്തിന്റെ അങ്ങേ അറ്റം അയാൾ എത്തിച്ചേരുന്നു. അപ്പൊ ആ നിലയ്ക്കാണ് ഈ ത്വരീഖത്ത് മനുഷ്യനിൽ പരിവർത്തനം ഉണ്ടാക്കുന്നത്. ഈ സമീപകാലത്ത് നമ്മുടെ കേരളത്തിൽപ്പെട്ട പല ആളുകളും, ഉലമാക്കളെന്ന് സമൂഹം കരുതുന്ന പല ആളുകളും ഈ ഒരു തീജാനി ത്വരീഖത്തിൽ ചേർന്നിട്ടുണ്ട്. അപ്പൊ അതുവഴി ആ ഒരു ത്വരീഖത്തിന് വലിയ പ്രചാരണവും അല്ലെങ്കിൽ അത് ശരിയാണ് എന്നുള്ള ധാരണയൊക്കെയാണ് വരുന്നത്. സത്യത്തിൽ ഈ തീജാനി ഇമാം ആരാണ്? എന്താണ് അദ്ദേഹത്തിന്റെ ജീവിത രീതി? എങ്ങനെയാണ്? തീജാനി ത്വരീഖത്തിന്റെ സ്ഥാപകൻ ഹിജ്റ 1150 ജനിക്കുകയും 1230 വഫാത്താവുകയും ചെയ്ത അഷെയ്ഖ് അബുൽ അബ്ബാസ് അഹമ്മദ് തീജാനി റളിയല്ലാഹു അൻഹു ആണ് ഈ ത്വരീഖത്തിന്റെ സ്ഥാപകൻ. അൾജീരിയയിലെ ഐനുമാലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മഹാൻ ജനിച്ചത്. മൊറോക്കോയിലെ ആസ് എന്ന സ്ഥലത്താണ് ഖബറുള്ളത്. അപ്പോ ഈ മഹാനാണ്
ഈ ത്വരീഖത്തിൻ്റെതായ സ്ഥാപകൻ. സ്ഥാപകൻ. അങ്ങനെയെങ്കിൽ ഈ തീജാനി ഇമാമിനെ പറ്റിയിട്ട് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക്, പണ്ഡിതന്മാർക്ക് പൊതുവെയുള്ള അഭിപ്രായം എന്താണ്? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ തിജാനി ഇമാമിന്റെ വിഷയത്തിൽ ഏക അഭിപ്രായക്കാരല്ല, ഇരുപക്ഷമുണ്ട്. തിജാനി ഇമാമിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട്. അനുകൂലിക്കുന്നവരിൽ പ്രധാനികളിൽപ്പെട്ട ഒരാളാണ് യൂസുഫ് നബ്ഹാനി ഇമാം റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു അതുപോലെ തന്നെ വിമർശിക്കുകയും ഇതിന്റെ എതിർ വശത്ത് നിൽക്കുകയും ചെയ്തവരിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് മുഹമ്മദ് ഷിങ്കീത്തി റഹ്മഹുല്ല. അവരാണ് ഇതിനെ ഒരുപാട് വിമർശിക്കുകയും ഇത് ശരിയായ ത്വരീഖത്തല്ല, ഈ തീജാനി ഇമാമിനെ വിമർശിക്കുകയും ചെയ്തതിൽ ഒരു പ്രധാനി. അപ്പൊ എന്തായാലും അങ്ങനെ രണ്ടഭിപ്രായമുണ്ട്. അപ്പൊ യൂസുഫ് നബ്ഹാനി ഇമാം ജാമിഉ കറാമാത്തിൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ തീജാനി ഇമാമിനെ കുറിച്ച് പറഞ്ഞത്, അബുൽ അബ്ബാസ് അഹമ്മദ് തീജാനി അജല്ലു ഖുലഫായി സയ്യിദി അഹമ്മദ് ബിൻ ഇദ്രീസ് റഹ്മഹുല്ല. അഹമ്മദ് ബിൻ ഇദ്രീസ് റഹ്മഹുല്ല എന്നവരുടെ ഖലീഫമാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് തീജാനി ഇമാം എന്നല്ല. സുമ്മസോറ സാഹിബ ത്വരീഖത്തിൻ മുസ്തഖില്ലത്തിൻ, പിന്നെ സ്വതന്ത്രമായ ഒരു ത്വരീഖത്തിന്റെ ഉടമയായി മാറി ആര്? ഈ തീജാനി ഇമാം. എന്നിട്ട് പറഞ്ഞു, ഇമാമുൽ ആരിഫീൻ വാഹിദു അഫ്രാദി അകാബിരിൽ ഔലിയാഇൽ മുഖറബീൻ, ആരിഫീങ്ങളുടെ ഇമാമും ഇലാഹി സാമീപ്യം നേടിയ ഔലിയാക്കന്മാരിൽ പ്രധാനിയുമാണ് തീജാനി ഇമാം എന്ന് യൂസുഫ് നബ്ഹാനി ഇമാം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഷിങ്കീത്തി റഹ്മഹുല്ല എന്ത് ചെയ്തിട്ടുണ്ട്? ഈ തീജാനി ഇമാമിനെ വിമർശിച്ചുകൊണ്ടും കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് പക്ഷത്താണ് അലിമീങ്ങൾ ഉള്ളത്. അപ്പൊ നമ്മള് ഇപ്പോ അതിനെക്കുറിച്ചല്ല നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചല്ല. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള തീജാനികൾ, നമ്മുടെ മുമ്പിൽ ആധുനിക തീജാനി ത്വരീഖത്ത്, അവരവലംബിക്കുന്നതായ കിതാബുകൾ, അവരുടെ പ്രവർത്തനങ്ങളും ഈ കിതാബുകളുടെ ആശയങ്ങളും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനോട് അതിന്റെ ആശയങ്ങളോടും യോജിക്കുന്നതാണോ, ശർഈ നിയമങ്ങളോട് യോജിക്കുന്നതാണോ എന്നതാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇപ്പൊ നബ്ഹാനി ഇമാം പറഞ്ഞനുസരിച്ച് ഈ ത്വരീഖത്തിന് അടിത്തറ പാകിയത്, ഈ ത്വരീഖത്ത് സ്ഥാപിച്ചത് വലിയൊരു മഹാനാണ് എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്, അല്ലെ? അങ്ങനെയാണല്ലോ വിശ്വാസം. അപ്പൊ എന്നിട്ട് ആ മഹാൻ സ്ഥാപിച്ച ഈ ത്വരീഖത്ത് ഈ ആധുനിക കാലത്തിൽ ഇത്രയും ഒരു അധപ്പതിക്കാനുള്ള ഒരു കാരണം എന്താണ്? ആ രൂപത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, അതൊന്ന് വിശദീകരിച്ചാൽ. അത് അധപ്പതിക്കാനുള്ള കാരണം, ഏതൊരു പ്രസ്ഥാനവും അത് കാലം കഴിയുമ്പോൾ അനർഹരുടെ കരങ്ങളിൽ വരും. അങ്ങനെ അനർഹരുടെ കരങ്ങളിൽ വന്നെത്തുമ്പോൾ അവരതിൽ ഇല്ലാത്തത് കൂട്ടിച്ചേർക്കും, ഉള്ള കാര്യങ്ങൾ കട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് അത് അധപ്പതനത്തിലേക്ക് പോകുന്നത്. പിന്നെ ഇപ്പൊ തന്നെ നമ്മുടെ ഈ കാലത്ത്, അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന മഹാനാണ് സി.എം. വലിയുള്ളാഹി. സി.എം. വലിയുള്ളാഹിയെ കുറിച്ച് ഇപ്പൊ വ്യാജ ത്വരീഖത്തുകാർ എന്തെല്ലാം പറഞ്ഞു പരത്തുന്നുണ്ട്, എന്തെല്ലാം ഇല്ലാത്ത കറാമത്തുകൾ പറയുന്നുണ്ട്. വലിയ വലിയ തലയെ കെട്ടി നടക്കുന്നവരാണ്, വലിയ പണ്ഡിതന്മാരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്ന ആളുകളാണ്. എന്തെല്ലാം പറഞ്ഞു പരത്തുന്നുണ്ട്. പിന്നെ സി.എം. വലിയുള്ളാഹിയാണ് പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ പറഞ്ഞിപ്പോ അവസാനം ചിലര് പറഞ്ഞെന്താ, സി.എം. വലിയുള്ളാഹിയാണ് പടച്ചോൻ എന്ന് വരെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യാജ ത്വരീഖത്തുകാര് പറയുന്നുണ്ട്. എന്നിട്ട് അവര് പറയുന്നത് ഞങ്ങളാണ് സി.എം. വലിയുള്ളാഹിയുടെ ആളുകൾ എന്ന് പറഞ്ഞു നടക്കുന്നില്ലേ? എന്നതുപോലെ അത് അനർഹരുടെ കരങ്ങൾ, അല്ലെങ്കിൽ അനർഹർ ഈ ത്വരീഖത്ത് ഏറ്റെടുക്കും, ഞങ്ങളുടെ പ്രസ്ഥാനമാണിതെന്നും പറഞ്ഞത് ഏറ്റെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ഉണ്ടായിത്തീരും. അങ്ങനെയെങ്കിൽ ഈ തീജാനി ത്വരീഖത്തുമായിട്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ ഇപ്പോഴത്തെ കാലത്ത്, അവലംബിക്കുന്ന പ്രധാനപ്പെട്ട കിതാബുകൾ ഏതൊക്കെയാണ്? അവലംബിക്കുന്ന കിതാബുകൾ തീജാനി ഇമാമിന്റെ ശിഷ്യന്മാർ എന്ന് അവകാശപ്പെടുന്നവർ, അങ്ങനെ അറിയപ്പെട്ട കുറെ ആളുകളുണ്ട്. അവരുടേതാണെന്ന് പറയപ്പെടുന്ന കിതാബുകൾ
അതിൽ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് ജവാഹിറുൽ മആനി. അലി ഹറാസിം എന്നവർക്കുള്ളതാണ് ജവാഹിറുൽ മആനി എന്ന് പറയുന്നത്. അതുപോലെ ഉമറുൽ ഫൂത്തി എന്ന ഒരു ശിഷ്യനുള്ളതാണ് കിതാബു റിമാഹി ഹിസ്ബിർ റഹീം എന്നൊരു കിതാബാണ്. അതുപോലെ കിതാബുൽ ജയ്ഷ്, അഷുർബു സോഫി, അൽ ഇഫാദത്തുൽ അഹമ്മദിയ, പിന്നെ ബിഗയത്തുൽ മുസ്തഫീദ്, വായത്തുൽ അമാനി, അങ്ങനെ കുറെ കിതാബുകളുണ്ട്. ഈ കിതാബുകളിൽ പലതിലും അഹ്ലുസുന്നയുടെ ആശയങ്ങൾക്കെതിരായതും ശറഈ നിയമങ്ങൾക്ക് വിരുദ്ധമായതുമായ പല കാര്യങ്ങളും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ കിതാബുകളിൽ സത്യവും അസത്യവും കൂടിച്ചേർന്ന് അർത്ഥസത്യവും കൂടിച്ചേർന്ന് സത്യമേതാണ്, ശരിയേതാണ്, തെറ്റേതാണെന്ന് അറിയാൻ പറ്റാത്ത ഒരു നിലയിലാണ് ഈ കിതാബുകളായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ പറ്റൂല. ഇത് പറഞ്ഞതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നറിയാൻ പറ്റാത്ത നിലക്കാണ്. കാരണം ശറഈ നിയമങ്ങളോട് യോജിക്കാത്ത പലതും ഇതുണ്ട്. അത് ആർക്കും അംഗീകരിക്കാൻ പറ്റൂല. അഹ്ലുസുന്നയുടെ ആശയങ്ങളോട് യോജിക്കാത്ത പലതും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ പറ്റൂല. അതൊരിക്കലും സത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിൽ ഈ യഥാർത്ഥ ഷെയ്ഖ് പറഞ്ഞത്, തിജാനി ഇമാം പറഞ്ഞത് ഏതാണ്, അല്ലാത്തത് ഏതാണെന്നും വേർതിരിക്കാൻ പറ്റുന്ന ഒരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഗ്രന്ഥങ്ങൾ അവലംബയോഗ്യമല്ല, ഇവകൾ വിശ്വാസയോഗ്യവും അല്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ പറഞ്ഞതിൽ ഇതാണ് ഇന്നുള്ള തീജാനികൾ അവലംബിക്കുന്ന ഗ്രന്ഥങ്ങൾ, ഈ പറയപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. അതിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, തീജാനികൾ അവകാശപ്പെടും പോലെ ഈ ത്വരീഖത്ത് അവസാന കാലം വരേക്കുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ത്വരീഖത്തല്ല, അങ്ങനെയൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട്. ഇതൊരു അങ്ങനെ നബ്ഹാനി ഇമാം പറഞ്ഞ ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഇത് ഒരു നിശ്ചിത കാലത്തേക്ക് വേണ്ടി, ഒരു നിശ്ചിത സ്ഥലത്തേക്ക് വേണ്ടി ഉള്ള ത്വരീഖത്താണെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞതായ അബദ്ധങ്ങളും ഈ നിലയ്ക്കുള്ളതായ ശറഈ വിരുദ്ധമായ കാര്യങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളും ഇതിലുണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാൽ അതിനെന്ത് ചെയ്യും? അപ്പോൾ തന്നെ ആളുകൾ എന്ത് ചെയ്യും? ഇമാമിങ്ങൾ, അതിന്റെ പിൻഗാമികൾ ശുദ്ധീകരിക്കും. അതൊന്നും ഇതിൽ നടന്നിട്ടില്ല. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ഇത് എല്ലാ കാലത്തേക്കും വേണ്ടിയിട്ടുള്ള ഒരു അങ്ങനെ നബ്ഹാനിമ പറഞ്ഞ അഭിപ്രായം സ്വീകരിക്കുകയാണെങ്കിൽ എല്ലാ കാലത്തേക്കും വേണ്ടിയിട്ടുള്ള ഒരു ത്വരീഖത്തല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ല. പ്രത്യേകിച്ച് ഇത് ആഫ്രിക്കൻ രാജ്യത്തിൽ ഉണ്ടായ ഒരു ത്വരീഖത്താണ്. ഈ അടുത്ത സമയത്താണ് ഈ ത്വരീഖത്ത് ഉണ്ടായത്, ഒരു 10-200 വർഷം. ഇപ്പോഴത്തെ അതിന്റെ അവിടുത്തെ അവസ്ഥയൊക്കെ പറയുന്നത് കേൾക്കാം. ഈ ത്വരീഖത്തിൽ അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയും വടംവലിയും ഒക്കെയാണ്. ഇവർ പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിരിക്കുന്നു. പല ഗ്രൂപ്പുകളായി, പല പേരുകളിലായിട്ട് ഇവര് തിരിഞ്ഞ് പരസ്പരം സ്ഥാനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അടിപിടിയും വടംവലിയൊക്കെയാണ്. അപ്പൊ അതാണ് ഇന്നത്തെ അവിടുത്തെ അവസ്ഥ. അപ്പോ ഇത് സംഭവിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. കൈകടത്തലുകളൊക്കെ സംഭവിക്കാം. ആളുകൾ, ഓരോ പാർട്ടിക്കാരും ആളുകളെ കൂട്ടാൻ വേണ്ടി പലതും കടത്തിക്കൂട്ടും. അങ്ങനെയാണല്ലോ. അഹ്ലുസുന്നയുടെ ആശയ ആദർശങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞപ്പോ ഗ്രന്ഥങ്ങളിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പല അഭിപ്രായങ്ങളും അഹ്ലുസുന്നക്കെതിരാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് ഉദാഹരണമായിട്ട് 1-2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. പ്രവാചകന്മാർക്ക് ശേഷം മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠമായ മഹാൻ ആരാണ്? അഹ്ലുസുന്നയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ മദ്രസയിലെ കുട്ടികൾക്ക് അറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകന്മാർക്ക് ശേഷം അഫ്ളലുൽ ബശർ, മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് സ്വഹാബത്ത്, താബിഈങ്ങൾ, മദ്ഹബിന്റെ ഇമാമീങ്ങൾ, ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ, അങ്ങനെ തുടങ്ങി എല്ലാവരും ഈ കാലം വരെ വിശ്വസിച്ചു വരുന്ന ഒരു കാര്യമാണ് ഈ വിശ്വാസം. അപ്പൊ അതിന് വിരുദ്ധമായ വിശ്വാസമാണ് തീജാനി ത്വരീഖത്തിൽ പഠിപ്പിക്കുന്നത്.
അതിന് വിരുദ്ധമായ അഭിപ്രായമാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അവര് പറയുന്നത് അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ, പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും സ്ഥാനം തീജാനി ഇമാമിനാണ്. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെ പറയും. അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ അടുത്ത പിന്നെ സ്ഥാനം ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് ആർക്കാണ്? തീജാനി തീജാനി ഇമാമിനാണ്. ഷിയാക്കളെക്കാളും ഒരു പടി മുകളിലോട്ട് കയറി. ഷിയാക്കളെ കടത്തിവിട്ട്. ഷിയാക്കൾ അത് പറഞ്ഞില്ല. ഇല്ല. ഷിയാക്കൾ പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിനാണ് സ്ഥാനം എന്നാണ്. പക്ഷെ ഇവരവിടെയല്ല, അതിന്റെ അപ്പുറം ആർക്കാണ്? തീജാനി തീജാനി ഇമാമിനാണ് സ്ഥാനം. അപ്പോ മുസ്ലിമീങ്ങൾ ഇക്കാലം അത്രയും വിശ്വസിച്ച് വരുന്ന അഹ്ലുസുന്നയുടെ വിശ്വാസത്തിന് എതിരായ വിശ്വാസമല്ലേ? അഫ്ളലുൽ ബശരി ബഅദൽ അംബിയായി അബൂബക്കർ റളിയല്ലാഹു അൻഹു, തുമ്മ ഉമർ റളിയല്ലാഹു അൻഹു, തുമ്മ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു, തുമ്മ അലി റളിയല്ലാഹു. അങ്ങനെയാണ് ശറഅൽ അഖീദയിൽ പഠിപ്പിച്ചിരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഒന്നാമത്തത്. എന്നിട്ട് അതിന്റെ വിശദീകരണ ഗ്രന്ഥമായ നിബ്രാസിൽ കാണാം, ഇഅ്ലം അന്നൽ മദ്ഹബ ഇൻദ അഹ്ലി സുന്നത്തി, അഹ്ലി സുന്നയുടെ അഭിപ്രായം, മാ റവാഹുൽ ഹാക്കിം വബ്നു അദി വൽ ഖത്തീബ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അബൂബക്കറിൻ വ ഉമൈറുൽ അവ്വലീന വൽ ആഖിരീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഖൈറുൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികളിലും പിൻഗാമികളിലും ഏറ്റവും ഉത്തമരാകുന്നു. വ ഖൈറു അഹ്ലിസ് സമാവാതി വ ഖൈറു അഹ്ലിൽ അർളീൻ, ഭൂനിവാസികളിലും ആകാശനിവാസികളിലും ഏറ്റവും ഉത്തമരാകുന്നു. ഇല്ലൻ നബിയ്യിന വൽ മുർസലീൻ, പ്രവാചകന്മാർ ഒഴിച്ച്. ഉമറുൽ ഫൂത്തി എന്ന് പറയുന്നയാള് തന്റെ റിമാഹു ഹിസ്ബിർ റഹീം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, വലം യജഅൽ ഫൗക മഖാമിഹി ഇല്ലാ മഖാമാത്തിൽ അംബിയ. തീജാനി ഇമാമിന്റെ സ്ഥാനത്തിന് മുകളിൽ അമ്പിയാക്കന്മാരുടെ മഖാമുകളല്ലാത്ത ഒരു മഖാമും ആക്കപ്പെട്ടിട്ടില്ല എന്നാണ്. തീജാനി ഇമാമിന്റെ മഖാമിന് മുകളിൽ അമ്പിയാക്കന്മാരുടെ മഖാമല്ലാതെ മറ്റൊരു മഖാമുമില്ല. ഇനി അതുപോലെ തന്നെ ഈ ബുഗയത്തുൽ മുസ്തഫീദ് എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീജാനി ഇമാമിനോട് ഇങ്ങനെ പറഞ്ഞതിന്റെ കൂട്ടത്തിലായിട്ട് പറയുന്നുണ്ട്, ഇന്ന മഖാമഹു ലാ മഖാമ ഫൗഖഹു. തീജാനി ഇമാമിന്റെ മഖാം, ആ മഖാമിന്റെ മുകളിൽ മറ്റൊരു മഖാമുമില്ല. ആ സ്ഥാനത്തിന്റെ മുകളിൽ മറ്റൊരു സ്ഥാനമില്ല. നേരത്തെ പറഞ്ഞ അനുസരിച്ച് അമ്പിയാക്കളും മുർസലീങ്ങളെയും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം മുകളിലാണ്. ഇനി നമ്മൾ നോക്കുമ്പോ സംശയത്തിനോ മറ്റു വ്യാഖ്യാനത്തിനോ സാധ്യമല്ലാത്ത വിധം ഇത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. റിമാഹി ഹിസ്ബിർ റഹീം എന്ന് പറയുന്ന കിതാബിൽ പറയുന്നതാണ്, ഇന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഖാല, അവിടെന്ന് പറഞ്ഞു, ഖദമി ഹാദിഹി അലാ റഖബത്തി കുല്ലി വലിയില്ല, എന്റെ ഈ കാൽപാദം എല്ലാ ഔലിയാക്കന്മാരുടെയും ചുമലിലാണ് എന്നാര് പറഞ്ഞിട്ടുണ്ട്? അബ്ദുൽ മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വദാലിക ഖാസും ബി ഔലിയാഇ സമാനി, അത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുള്ള ഔലിയാക്കന്മാരെ കൊണ്ട് പ്രത്യേകമായതാണ്. ആ കാലഘട്ടത്തിലുള്ള ഔലിയാക്കന്മാരുടെ എല്ലാം മുകളിലാണ് എന്റെ കാല് എന്നാണ് പറഞ്ഞത് എന്നാണ് ഇതിൽ ഈ ഷെയ്ഖ് പറയുന്നു, തീജാനി ഷെയ്ഖ് പറയുന്നു. എന്നിട്ട് പറയുന്നു, അമ്മ അന ഫാഖൂലു, ഞാൻ പറയുന്നു, ലക്കും നിങ്ങളോട് ഞാൻ പറയുന്നു, കഥമായ ഹാത്താനി അലാ റഖബത്തി കുല്ലി വലിയിൻ ലില്ലാഹി തആല, എന്റെ ഈ രണ്ട് കാൽപാദങ്ങൾ, മുഹ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ഒരു കാല് എന്ന് പറയും, എന്റെ ഈ രണ്ട് കാൽപാദങ്ങളും എല്ലാ ഔലിയാക്കന്മാരുടെ മേലുമാണ്, ചുമലിന്മേലുമാണ്. കഥമായ ഹാത്താനി അലാ റഖബത്തി കുല്ലി വലിയിൻ ലില്ലാഹി തആല വലിയിൻ ലില്ലാഹി മില്ലദുൻ ആദമ ഇലാ നഫ്ഖി ഫിസ്സൂർ, ആദം നബി അലൈഹിസ്സലാം മുതൽ സൂറിൽ ഊതപ്പെടുന്നത് വരെയുള്ള എല്ലാ ആരൊക്കെ ഔലിയാക്കന്മാരായിട്ടുണ്ട് ആ ഔലിയാക്കന്മാരുടെ എല്ലാം മുകളിലാണ്, ചുമലിലാണ് എന്റെ ഈ രണ്ട് കാൽപാദങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാവരുടെ
മുകളിലുള്ള സ്ഥാനമാണ് തീജാനി എനിക്ക് ഉള്ളതെന്നാണ്. അപ്പൊ അത് നമുക്ക് ഇനി ഒന്നും കൂടെ വ്യക്തമായിട്ട് ഇപ്പോ ഈ തീജാനി ത്വരീഖത്തിന്റെ പുതിയ പ്രചാരകനായിട്ട് റഹ്മത്തുള്ള കാസിമി ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതെ അതെ അദ്ദേഹത്തിന്റെ വോയിസ് നമുക്കൊന്ന് കേൾക്കാം അതിനെക്കുറിച്ച്. അപ്പൊ അതിനു മുമ്പ് ഇദ്ദേഹം പറഞ്ഞിരുന്നത് ഏറ്റവും അഫ്ളല് പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളൽ, നേരത്തെ ഷിയാക്കളുടെ വാദമാണെന്ന് പറഞ്ഞു, അതെ അതായിരുന്നു ആദ്യം പറഞ്ഞു. ആദ്യം പറഞ്ഞിരുന്നത് പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്, ഏറ്റവും അഫ്ളൽ അലി റളിയല്ലാഹു അൻഹു. ഇപ്പൊ പറയുന്നത് പ്രവാചകന്മാരെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠർ ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാന കാലം വരെ, അത് സൂറെന്ന കാഹളത്തിൽ ഊതുന്നത് വരെയുള്ള എല്ലാ ഔലിയാക്കന്മാരുടെയും മുകളിലാണ് തീജാനിമാമാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ആ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനി ആരാണ്? അലി റളിയല്ലാഹു അൻഹു ആണ്, സംശയം വേണ്ട. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനി ആരാ? അലിയാണ്. ഫദലൻ ഹത്താ മിൻ അബൂബക്കർ. അബൂബക്കറിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ആളാണ് ആര്? സയ്യിദുന അലി. അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞപ്പോ പറയാം സയ്യിദുന അലി റളിയല്ലാഹു അൻഹു എന്ന് പറയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എത്ര നിസ്സാരമാക്കി അവർ. അലി റളിയല്ലാഹു അൻഹുവിന്റെയും മുകളിലാണ് തീജാനി ഇമാം എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ കാണുന്നത്. അവർ ഒരിക്കൽ പറഞ്ഞു, അന്ന ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഖാല ഖദമി ഹാദിഹി അലാ റഖബതി കുല്ലി വലിയ്യിൻ ലില്ലാഹ് അഹ്ല അസ്രിഹി. തന്റെ കാലത്തെ ഔലിയാക്കന്മാരുടെ പെരടിയുടെ മേലാണ് എന്റെ ഒരു കാൽ. فقدماي هاتان جميعهما وكان متكئا فجلس وكان على رقبتي كل ولي من لدن آدم إلى النفخ في الصور. എന്റെ രണ്ട് കാലും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ഔലിയാക്കന്മാരുടെ മേലെയും പെരടിയുടെയും മേലെയാണ് എന്റെ രണ്ട് കാൽ. അതിനൊരു കാലല്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞത് ഫി അസ്രിഹി വ സമാനിഹി, അവരുടെ കാലത്ത് ഉള്ള ഔലിയാക്കന്മാരെ മേലെയാണ് അവരുടെ ഒരു കാൽ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ഔലിയാക്കന്മാരുടെ മേലെ എൻ്റെ രണ്ട് കാൽ. ഇത് രണ്ടിനും മാനദണ്ഡം ഒന്നല്ലേ? ഹദീസൊക്കെ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇത് വിശ്വസിക്കാം. ഖുർആനിലും ഹദീസിലും ഇത് രണ്ടും പറഞ്ഞെന്താ, ആദം നബി അലൈഹിസ്സലാം മുതൽ എവിടെ സൂറെന്ന കാഹളത്തിൽ ഊതുന്നത് വരെയുള്ള എല്ലാ ഔലിയാക്കന്മാരുടെയും മുകളിലാണ് എന്റെ രണ്ട് കാൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരുടെ പിന്നെ തീജാനി ഇമാമിന്റെ സ്ഥാനത്തിന്റെ താഴെയുള്ള ബാക്കി എല്ലാ ഔലിയാക്കന്മാരും അല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. ആദം നബി അലൈഹിസ്സലാം മുതൽ സൂറെന്ന കാഹളത്തിൽ ഊതുന്നത് വരെയുള്ള എല്ലാ ഔലിയാക്കന്മാരും എന്ന് പറയുമ്പോ അതിൽ ആരൊക്കെ പെട്ടു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെട്ടു, ഈ ഖുലഫാഉർ റാഷിദീങ്ങൾ, അശറത്തുൽ മുബശ്ശിരീങ്ങൾ പെട്ടു, ഖദീജ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഇവരെല്ലാം പെട്ടു. താബിഈങ്ങൾ പെട്ടു, മദ്ഹബിന്റെ ഇമാമിങ്ങൾ പെട്ടു, അഖ്താബുൽ അർബഅ ഹദീസങ്ങളും അവരെല്ലാവരും പെട്ടു. പിന്നെ അതിനു മുമ്പ് പറഞ്ഞ മറിയം റളിയല്ലാഹു അൻഹ ഖുർആനിൽ പറഞ്ഞ അവര് ഇതിൽപ്പെട്ടല്ലേ, ഔലിയാക്കന്മാരുടെ ഇതിൽപ്പെട്ടല്ലേ, അവര് പെട്ടു. അങ്ങനെ തുടങ്ങി ഇനി വരുന്ന മഹദീമാമും എല്ലാവരും ഇതിൽപ്പെട്ടു. ഇവരുടെ എല്ലാം മുകളിലാണ് ആരുടെ സ്ഥാനം? തീജാനിമാമിന്റെ സ്ഥാനം. അപ്പൊ അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിനോട് എതിരായ ആശയം. ഇതാണ് ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം അവസാനം പറയുന്ന കേട്ടാ, അവസാനം പറഞ്ഞത് മുഹിയുദ്ദീൻ ഷെയ്ഖിന് അങ്ങനെ പറയാമെങ്കിൽ തീജാനി ഇമാമിനും പറയാം. മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക് നിസ്സാരമായിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക് അങ്ങനെ പറയാമെങ്കിൽ തീജാനി ഇമാമിനും പറയാം. മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ എന്ത് പറഞ്ഞു? ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനം വരുന്നവർ വരെയുള്ള എല്ലാവരുടെയും മുകളിലാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോഴാണല്ലോ ആ പ്രശ്നം വരുന്നത്. മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിനെന്ത് ചെയ്ത് അവരുടെ പിരടികൾ താഴ്ത്തി കൊടുത്തു എന്ന് ചരിത്രത്തിലുണ്ട്. ലോകം അത് അംഗീകരിച്ച കാര്യമാണ്. സുന്നിക്ക് ഒരു എതിർപ്പ് അതിലില്ല. പക്ഷെ ഇതങ്ങനെയല്ല. അങ്ങനെയെങ്കിൽ ഇവരുടെ വിശ്വാസപ്രകാരം നമ്മള്
നോക്കുകയാണെങ്കിൽ ഇപ്പൊ മഹദി ഇമാമിനെ കുറിച്ചൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ കാലഘട്ടത്തിൽ തന്നെ വരുന്ന മഹദി ഇമാമിന്റെ വരവിനെ പറ്റിയൊക്കെ പ്രസ്താവിച്ചിട്ടുണ്ട്. ഉണ്ട്. നമുക്ക് വ്യക്തമായ സൂചനകൾ സമുദായത്തിന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇവരുടെ വിശ്വാസപ്രകാരം അത് അവരെക്കാൾ വലിയ മഹാനെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ തീജാനി ഇമാമിനെ കുറിച്ച് എന്തുകൊണ്ട് നബിതങ്ങൾ ഹദീസിൽ അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് ഒരു വാക്കോ ഒന്നും ഹദീസിൽ വന്നിട്ടില്ലല്ലോ, മുൻകൂട്ടി പറഞ്ഞിട്ടില്ല. മുൻകൂട്ടി പറഞ്ഞിട്ടില്ല. അതിനവർക്ക് ചോദ്യത്തിന് ഉത്തരവുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഈ കഥയിൽ ചോദ്യം ഇല്ലല്ലോ, അതെ കഥയിൽ ചോദ്യമില്ല എന്നാണ്. അപ്പം എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുലഫാ റാഷിദീങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അല്ലേ? ശേഷം വരുന്ന എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദീസുകളിൽ മദ്ഹബിന്റെ ഇമാമിയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരെ കുറിച്ചുള്ള ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. മഹദി ഇമാമിന്റെ വാപ്പയുടെ പേരെന്ത്, ഉമ്മയുടെ പേരെന്ത്, എവിടെ വരും, എവിടെ പോകും, അങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം വളരെ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉമ്മത്തിന് വിശദീകരിച്ചു തന്നു. അപ്പൊ അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെക്കാളെല്ലാം ഉത്തമരായ ഒരാള് പിൽക്കാലത്ത്, അതായത് ഈ ഔലിയാക്കന്മാരുടെ എല്ലാം ഏറ്റവും മുകളിലുള്ള ഒരാൾ പിൽക്കാലത്ത് നിബിതങ്ങളുടെ ഉമ്മത്തിൽ വരുന്നുണ്ടെങ്കിൽ, എന്തായിരുന്നാലും അങ്ങനെ ഒരാളുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും എന്ന കാര്യം 100% ഉറപ്പാണ്. അല്ലേ? കാരണം ഇവരെക്കാളെല്ലാം ഉത്തമരാണെന്നാണല്ലോ, ഇവരുടെ എല്ലാ സ്ഥാനങ്ങൾക്കും മുകളിലാണ്. അങ്ങനെ പല കാര്യങ്ങളും ഇത്തരം കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ വിശ്വാസപ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആണ് അമ്പിയാക്കന്മാർക്ക് ശേഷം ഏറ്റവും ഉന്നതമായ സ്ഥാനം, അതിനർഹരായ വ്യക്തിത്വം. ഇവര് പറയുന്നത് തീജാനി ഇമാം ആണെന്നാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലൊരു ജനങ്ങൾക്കിടയിൽ എന്താവും ഒരു സംശയത്തിനിടയാക്കൂലേ? സംശയത്തിന് ഇടയാക്കും, ജനങ്ങളുടെ ഇടയിൽ ഇഷ്കാലം ഉണ്ടാക്കും. ദുർബലരായ വിശ്വാസികളുടെ ഇടയിൽ ഇതൊരു സംശയത്തിന് ഇടയാക്കുന്ന കാര്യമാണ്. എന്നാൽ ശരിക്ക് കാര്യങ്ങൾ അറിയുന്ന ശരിയായ നിലയിൽ ദീനിനെ കുറിച്ച് അറിയുന്നവർക്ക് ഇതൊരു പ്രശ്നമല്ല. കാരണം ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുമൊക്കെ വരുമ്പോൾ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇമാമിയങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. യഅരിഫുൽ ഹഖ്ക തഅരിഫ് അഹ്ലഹുന. നീ ആദ്യം ഹക്ക് സത്യം ഏതാണെന്ന് മനസ്സിലാക്കും, എന്നാൽ അതിന്റെ വക്താക്കൾ ആരാണെന്ന് നിനക്ക് മനസ്സിലാവും. അല്ലാതെ ഷെയ്ഖന്മാർ കൊണ്ട് നീ ഹക്കിനെ മനസ്സിലാക്കാൻ നിൽക്കരുത്. അവർ പ്രത്യേകം അത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഒരു കായികകളിൽപ്പെട്ട ഒരു അടിസ്ഥാന നിയമങ്ങളിൽപ്പെട്ട ഒരു നിയമമാണ്. ഇന്ന ഷെയ്ഖ് പറഞ്ഞു, ഇന്ന ഷെയ്ഖ് ചെയ്തു, അതല്ല നോക്കേണ്ടത്, ഹക്കാണോ എന്നാണ് നോക്കേണ്ടത്. എന്നാൽ അതിന്റെ വക്താക്കളെ നിനക്ക് അറിയാൻ കഴിയും. അങ്ങനെ നീ ചെയ്തില്ല എങ്കിൽ മഹാനായ ഇമാം ഗസാലി തങ്ങൾ അൽ മുൻഖിദ് മിനൽ ദലാൽ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, നീ ദലാലിയത്തിൽ കടന്ന് നിനക്ക് നട്ടം തിരിയേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇന്നാൾ ഇങ്ങനെ പറയും, ഇന്നാൾ ഇങ്ങനെ പറയും, എന്താണെന്നൊരു പുതിയ പിടുത്തം കിട്ടും. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് നേരത്തെ പറഞ്ഞു. മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയ്യിൻ വഅല്ലു അലൈഹാ ബിന്നവാജിദി എന്നല്ലേ പറഞ്ഞു. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, ശേഷം കാണും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ സുന്നത്ത്, എന്റെ ഖുലഫാഉർ റാഷിദീങ്ങൾ, അവരുടെ സമീപനങ്ങൾ, അവരെന്താണ് ഇവിടെ പഠിപ്പിച്ചത്, അത് നമ്മൾ നോക്കിയാൽ മതി. ഖുലഫാഉർ റാഷിദീങ്ങളുടെ വിശ്വാസം എന്തായിരുന്നു? സ്വഹാബത്തിന്റെ വിശ്വാസം എന്തായിരുന്നു? അഫ്ളലുൽ ബശർ ബഅദൽ അംബിയാഇ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് അഹ്ലുസ് സുന്നയുടെ വിശ്വാസം. ഖുലഫാഉർ റാഷിദീന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം വിശ്വാസം അതായിരുന്നു. മനസ്സിലായില്ലേ? ഇതാണ് മുസ്ലിം ലോകത്തിന്റെ ഇന്ന് വരെയുള്ള വിശ്വാസം. അവരിൽ നിന്ന് ഈ ഷിയാക്കള് അലി റളിയല്ലാഹു അൻഹു ആണ്. അവര് അലി റളിയല്ലാഹു അൻഹു ദൈവമാണ്, അല്ലാഹു ഇലാഹാണെന്ന് പോലും പറയുന്ന ആളാണ്. അപ്പോ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ എന്ന് പറഞ്ഞു.
സന്മാർഗം വ്യക്തമായതിനു ശേഷം റസൂലിനോട് എതിരായി സല്ലല്ലാഹു അലൈഹി വസല്ലം വയത്തബി വയർ സബീൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വഴി അല്ലാത്തതിനെ പിന്തുടർന്നാൽ ഇതാണ് മുഅ്മിനീങ്ങളുടെ വഴി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അഫ്ളൽ. മനസ്സിലായില്ലേ? വല്ലിഹി മാ തവല്ല വൻസുലിഹി ജഹന്നം, അവൻ ഏറ്റെടുത്തതിനെ അവനെ നമ്മൾ വഹിപ്പിക്കുകയും അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോ സത്യവിശ്വാസികൾക്ക് ഇതിലൊന്നും ഒരു ഇഷ്കാലും ഉണ്ടാവില്ല. ഇതുപോലെ പല ആളുകളും പലതും പ്രചരിപ്പിക്കും. അതിലൊന്നും നമ്മൾ ചെന്ന് ചാടേണ്ട ആവശ്യമില്ല. അവരുടെ ആശയവും വിശ്വാസവും തെറ്റാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് ഉസ്താദ് ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. അതുപോലെ വേറൊരു ഉദാഹരണം കൂടെ പറയാൻ കഴിയുമോ? വേറെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് എല്ലാത്തിലേക്ക് നമ്മൾ പോകാത്തത്. അപ്പോ അത് ഇപ്പോ ഈ ഷെയ്ഖിനെ പുകഴ്ത്തി ഏറ്റവും വലിയ മർത്തബയിൽ എത്തിച്ചു എന്നതുപോലെ ഇനി മറ്റൊന്ന് ഷെയ്ഖിന്റെ ശിഷ്യന്മാരെ, ഈ ത്വരീഖത്തിൽ ഉള്ള ആളുകളെ, അവരെ ഏറ്റവും അഅ്ലാ മർത്തബയിലേക്ക് ഉയർത്തുന്ന വാക്കുകളുണ്ട് അവരുടെ കിതാബുകളിലുണ്ട്. അവരുടെ അവരുടെ ത്വരീഖത്തിൽ അംഗമായവരെ, അംഗത്വം എടുത്തവരെ വലിയ സ്ഥാനത്തേക്ക്, ഏറ്റവും വലിയ സ്ഥാനത്തേക്ക് ഉയർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് വരും? ഇവര് ഈ അംഗത്വം ഈ ത്വരീഖത്തിന്റെ ആളുകൾ ഒരു അഹങ്കാരത്തിന്റെ കൊടുമുടിയിലെത്തും, വക്താക്കളായി മാറും. അപ്പൊ അത് ഞാൻ ഒന്ന് വായിച്ചു തരാം. ലവിത്തല അകാബിറുൽ അഖ്താബി അലാ മാ അഅത്തല്ലാഹു തആല ലിഅഹ്ലി ഹാദിഹി ത്വരീഖത്തി ലബഖു വഖാലു യാ റബ്ബനാ മാ അഅതൈതനാ ശൈആ എന്ന് പറഞ്ഞാൽ അകാബിറുൽ അഖ്താബ്. അകാബിറുൽ അഖ്താബ് എന്ന് പറഞ്ഞാൽ അഖ്താബുകളിൽ ഏറ്റവും ഉന്നതർ. അപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഗൗസുൽ ആസം തങ്ങൾ റളിയല്ലാഹു അൻഹു, റിഫായി ഷെയ്ഖ്, പിന്നെ ഇബ്രാഹിം ദസൂഖി, മുഹമ്മദ് ബദവി, ഖത്താബുൽ അർബ. അപ്പോ അവരെ നമുക്ക് ഉദാഹരണത്തിനെടുക്കാം. അപ്പൊ ഇവർ അകാബിറുൽ അഖ്താബ് എങ്ങാനും വെളിവായാൽ അലാ മാ അഅത്തല്ലാഹു തആല ലിഅഹ്ലി ഹാദിഹി ത്വരീഖത്തി, ഈ ത്വരീഖത്തിന്റെ അഹ്ലുകാർക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥാനമെങ്ങാനും ഈ പറഞ്ഞ അഖ്താബീങ്ങൾ കണ്ടാൽ ലബഖു, അവര് കരഞ്ഞു പോകും. അവര് കരഞ്ഞു പോകും. ആര്? ഈ അഖ്താബീങ്ങൾ. ഇവരുടെ ഇന്നലെ വന്ന ചെറുക്കന് അല്ലാഹു തആല തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കണ്ടാൽ അവരെന്ത് ചെയ്യും? അത്രയും സ്ഥാനമാണ്. ഈ ത്വരീഖത്തിൽ ചെന്ന് ചേർന്നാ മതി, അത്രയും വലിയ ആലാ മർത്തബയിൽ എത്തുന്ന ലബഖു, അവര് കരയുകയും ചെയ്യും. എന്നല്ല, അള്ളാഹുവിനോട് അവർ പറയും യാ റബ്ബന മാ അഅതൈതനാ ശൈഅൻ, അല്ലാഹുവേ റബ്ബേ ഞങ്ങൾക്ക് നീ ഒന്നും തന്നിട്ടില്ല. അവര് പിണങ്ങും ഇത് കാണുമ്പോ. അപ്പൊ ഇതൊക്കെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? അപ്പൊ നമ്മള് ഗൗസുൽ ആലമിനോടാണ് ഇപ്പൊ നമ്മൾ എന്താണ് ഇസ്തിഗാസ നടത്തുന്നു, ഖുതുബിയത്ത് നമ്മൾ ഓതുന്നു, മഹാത്മാക്കളെ നമ്മൾ തവസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? തവസ്സിലാക്കി ദുആ ചെയ്യുന്നുണ്ട്, അവരോട് ഇസ്തിഗാസ നടത്തുന്നുണ്ട്. അപ്പോ ഇനി ഈ ത്വരീഖത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം എന്താ? നമ്മള് പിന്നെ മുഹ്യിദ്ദീൻ ശൈഖുകളോട് ഇസ്തിഗാസ നടത്തുന്നത് എന്തുകൊണ്ടാ? മുഹ്യിദ്ദീൻ ശൈഖുകൾക്ക് അല്ലാഹു തആല വലിയ പദവി, നമ്മളെക്കാളും വലിയ പദവി കൊടുത്തിട്ടുണ്ട്, വലിയ സ്ഥാനം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ആ സ്ഥാനം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ തവസ്സുലാക്കുന്നത്. അതുപോലെ ആ സ്ഥാനം മുൻനിർത്തിക്കൊണ്ടാണ് അവര് നമ്മളെന്താണ് സഹായിക്കാൻ അവർക്ക് അല്ലാഹു തആല കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസത്തിൽ നമ്മൾ അവരോട് സഹായം ചോദിക്കും. നമ്മളെക്കാളും ഉന്നത സ്ഥാനം അവർക്കുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ എന്ന വിശ്വാസമാണ്. അപ്പൊ ഈ ത്വരീഖത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അവരെക്കാളും സ്ഥാനം നമുക്ക്. അപ്പം തവസ്സിലാക്കണമെങ്കിൽ ആര് തവസ്സിലാക്കണം? അവർ നമ്മളെ തവസ്സിലാക്കണം. ഈ ത്വരീഖത്തിൽ ചേർന്നയാളുണ്ട്, അവരെന്ത് ചെയ്യണം? നമ്മളെ ഇസ്തിഗാസ നടത്തണം. മനസ്സിലായില്ലേ? അവര് നമ്മളെ സിയാറത്ത് ചെയ്യണം, നമ്മൾ അങ്ങോട്ട് സിയാറത്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവര് സിയാറത്തൊന്നും ചെയ്യൂല, കാരണം അവരുടെ മർത്തബയുടെ മുകളിലാണല്ലോ ഇവരുടെ മർത്തബ. എന്തിനു സിയാറത്ത് ചെയ്യണം? അവിശ്വാസം. അപ്പൊ ഇതാണ് ഇവരുടെ ഉള്ളിൽ കടക്കുന്നത്. ഈ ത്വരീഖത്തിൽ ചേർന്നവരുടെ ഉള്ളിൽ ഇത് കടന്നാൽ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ? അഹങ്കാരത്തിന്റെ മൂർധന്യ ദശയിലെത്തും. ഈ അഹങ്കാരം അതിന്റെ മൂർധന്യ ദശയിലെത്തിയാൽ അത് എങ്ങോട്ട് മനുഷ്യനെ കൊണ്ടുപോകുന്നത്? ഇബ്ലീസിന്റെ ശൈത്താന്റെ പാതയിലേക്കാണ്, ആ ത്വരീഖത്തിലേക്കാണ് ഇത് കൊണ്ടുവരുന്നത്. അഖ്താബീങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റ് പണ്ഡിതന്മാരുടെയും
മറ്റു ഉസ്താദന്മാരുടെയും ഒന്നും കഥ പറയേണ്ട കാര്യം. അവര് ഇവരുടെ മുമ്പിൽ ആരാ? ഒന്നുമല്ല. അതെ ഒരു ചുക്കുമല്ല. മനസ്സിലായോ? അതെ. അത് പറയുന്നുണ്ട്. ആ, അത് ഇവരുടെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ത്വരീക്കത്തിലുള്ള ഒരാളുടെ ഒരു രോമത്തിന്റെ വില അവർ എല്ലാവരും ഒരുമിച്ച് കൂടിയാലും ഉണ്ടാവില്ല. അത് ഞാൻ വായിച്ചു തരാം. ഇപ്പം മഹത്വം പറഞ്ഞെന്ത് ചെയ്ത് ഇവരെ ഉയർത്തി, തീജാനികളെ ഉയർത്തി. ഇനി അക്കത്താബുകളെ എന്ത് ചെയ്യും? താഴ്ത്തി. താഴ്ത്തും. ഇപ്പം ഉയർത്തി ആരെ? തീജാനികളെ ഉയർത്തി. ഇനി അക്കത്താബുകളെ അടുത്ത താഴ്ത്തുകയാണ്. അടുത്ത് പറയുന്നത് ത്വായിഫത്തും മിൻ അസ്ഹാബിന ലവിജ്തമഅ അകാബിറു അഖ്താബി ഹാദിഹിൽ ഉമ്മത്തി മാ വസനു ശഅറത്തൻ മിൻ അഹദിഹിം. നമ്മുടെ ഈ ത്വരീഖത്തിൽ നിന്നുള്ള ഒരു വിഭാഗം അവർ ലവിജ്തമഅ അകാബിറുൽ അക്കാബിറു അഖ്താബി ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വലിയ അക്കാബിറുകൾ. ഇവർക്ക് കുത്തുബിന്റെ താഴെ ഒന്നുമില്ല. അതെ. എപ്പോഴും പറയുന്നത് എന്താണ്? കുത്തുബിന്റെ അക്കാബിരീങ്ങൾ അവരെയാണ് ആദ്യം പറയുന്നത്. ഈ സമുദായത്തിലെ അക്കാബിറുൽ അഖ്താബുകളിൽ ഏറ്റവും ഉന്നതർ അവരെല്ലാവരും ഒരുമിച്ചുകൂടി. എന്നാൽ നമ്മുടെ ഈ ത്വരീഖത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ ഒരാളുടെ രോമത്തിന്റെ വില പോലും തൂങ്ങുകയില്ല. ഈ അക്കതാപ്യങ്ങൾക്ക് തോന്നൂല. എന്ന് പറഞ്ഞാൽ രോമത്തിന്റെ വില പോലും ഇല്ല. അവരെ താഴ്ത്തിയല്ല. അതെ അതെ. ഇപ്പോ ഒരു തുലാസിന്റെ ഒരു തട്ടിൽ ഈ ത്വരീഖത്തിൽപ്പെട്ട ഒരാളുടെ ഒരു രോമം വെക്കുക. ആളിനെയല്ല വെക്കുന്നത്, രോമം. മറുതട്ടിൽ എന്താണ്? അക്കത്താബുകൾ, മഹത്തുക്കളായ അവരുടെ പേര് പറയാൻ തന്നെ നമുക്ക് പേടിയാണ്. അങ്ങനെയുള്ള അക്കത്താബീങ്ങൾ എല്ലാവരും അക്കത്താബു അക്കാബിറു അക്കത്താബി ഹാദിഹിൽ. എന്നാൽ ബാക്കിയുള്ളവരെ കാര്യം പറയണ്ട. അക്കത്താബുകളിൽ ഏറ്റവും അക്കാബിറുകൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടട്ടെ. ഒരാളോ രണ്ടുപേരോ ഒന്നുമില്ല. മുഹ്യിദ്ദീൻ ശഹീദങ്ങളും ദിഫായ് ശഹീദങ്ങളും മാത്രമല്ല, എല്ലാം മുഴുവൻ അക്കത്താബുകൾ ഒരുമിച്ച് കൂടി അവരെല്ലാവരും എന്ത് ചെയ്യുക? ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുക. എന്നിട്ട് ഈ ത്വരീഖത്തുകാരന്റെ ഒരു രോമം എടുത്ത് മറുതട്ടിൽ വെച്ചാൽ ഇത് താഴും. കാരണം ഇതിനാണ് സ്ഥാനം. അപ്പൊ എന്തായി? പിന്നെ എവിടെ എത്തണം? അപ്പൊ ഏറ്റവും അയലാ മർത്തബയിൽ എന്ത് എത്തുവാണ്. ഇത് ദീൻ പഠിപ്പിച്ചതിനെതിരല്ല. ഇത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതിനെതിരല്ല. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ഇത് ഈ അള്ളാഹു, ഈ കുത്തുബ് എന്നൊക്കെ പറഞ്ഞ അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനമാണല്ലോ. ഈ പറയുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടുന്ന സ്ഥാനത്തിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോ ഖുർആൻ പറഞ്ഞ എന്താ? ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാ? ഏറ്റവും തഖ്വയുള്ള ആളാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനം ആർക്കാ ഉള്ളത്? ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവർ. ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അമ്പിയാക്കന്മാര് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? ആ നിലയ്ക്കാണ്. അപ്പൊ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസ വഹിക്കുക, നിരോധനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അള്ളാഹുവിനെ അനുസരിച്ച് ഭയഭക്തിയോടുകൂടെ എത്രത്തോളം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നോ അത്രത്തോളം സ്ഥാനമാണ് ദീനത്തിൽ അവർക്ക് കിട്ടുന്നത്.